Hello everyone, welcome to EduPod Class 9. It's me and Nafi. എല്ലാവർക്കും മക്കൾ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. നിങ്ങൾ ത്രില്ഡ് ആണ്, എക്സൈറ്റഡ് ആണ്. കുറച്ചധികം സമയം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ഉണ്ടല്ലോ. തുടക്കത്തിൽ കുറച്ച് പരീക്ഷകളുണ്ട്, പിന്നെ ലാസ്റ്റിലേക്ക് കുറച്ച് പരീക്ഷകളുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ആൻസർ പറഞ്ഞു കേട്ടോ. നിങ്ങളിൽ ആരൊക്കെ പഠിച്ചു തുടങ്ങി? രണ്ടാമത്തത്, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, സ്കൂളിൽ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു കഴിഞ്ഞു? ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ എങ്ങനെ പഠിച്ചാലാണ് ഫുൾ A+ കിട്ടാമെന്ന് അറിയാനല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, 9ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും? തോൽപ്പിക്കും. ടീച്ചേഴ്സ് നിങ്ങളെ തോൽപ്പിക്കാനുള്ള അധികാരമുണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ EduPod കാണുന്ന മക്കളാണ്, നിങ്ങൾ EduPodന്റെ മക്കളാണ്, നാഫിയുടെ ക്ലാസ്സിന് എല്ലാവരുടെ ക്ലാസ്സും കാണുന്ന മക്കളാണല്ലേ. അങ്ങനെ നല്ല മക്കളായിട്ടുള്ള നിങ്ങൾ ഒരു കാരണവശാലും 9ാം ക്ലാസ്സിൽ തോൽക്കാൻ പാടില്ല. ഒരു കാരണവശാലും 9ാം ക്ലാസ്സിൽ തോൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഫുൾ A+ തന്നെ കിട്ടണം അല്ലേ. അത് കിട്ടാനുള്ള ടിപ്സും ട്രിക്സും പറയുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് 9ാം ക്ലാസ് നിങ്ങൾക്ക് പരിചയമുള്ള ആരൊക്കെ ഉണ്ടോ നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അതിന് മുന്നേ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ നമുക്കറിയാം, 2 ആഴ്ച നമ്മുടെ എന്തിനുള്ളൂ? ആനുവൽ എക്സാമിനുള്ളൂ. നമ്മുടെ ആനുവൽ എക്സാമിന് ആകെ 2 ആഴ്ചയേ ഉള്ളൂ. ഈ 2 ആഴ്ചയുടെ സമയത്ത് ദിവസവും 4 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളൊക്കെ 4 മണിക്കൂർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യെസ് ഉണ്ട്. കാരണം 9ാം ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് വളരെ അധികമാണ്. ഈ 9ാം ക്ലാസ് പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷനാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നത്? 10ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ എന്തുണ്ടാക്കിയെടുക്കണം? ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. 9ാം ക്ലാസ്സിൽ ഒരു ബേസ് ഉണ്ടാക്കിയാൽ മാത്രമേ 10ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. സോ അതിനാണ് ഞാൻ പറഞ്ഞത് ഡെയിലി 4 hours പഠിക്കാൻ. ഈ 4 hours 3 മണിക്കൂർ നിങ്ങൾ നൈറ്റ് പഠിക്കുക, 1 മണിക്കൂർ നിങ്ങൾ എപ്പം പഠിക്കുക? മോർണിംഗ് പഠിക്കുക. അപ്പോൾ 3 മണിക്കൂർ രാത്രിയും 1 മണിക്കൂർ രാവിലെയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഈ പഠിക്കുന്ന സമയത്ത് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്? രാത്രി സമയത്താട്ടോ. ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ഫിസിക്സിലെ ചില ചാപ്റ്റർ ടഫായിരിക്കും, മാത്സിലെ ചില ചാപ്റ്റേഴ്സ് ടഫായിരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? രാത്രി പഠിക്കുക. ഈ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി പോലുള്ളതിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് വരുന്നില്ല. ആ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് സോൾവ് ചെയ്ത് പഠിക്കണം. ഇനി സോഷ്യലും ബയോളജിയും പോലുള്ള സബ്ജക്റ്റ് എന്താടാ നിങ്ങൾക്ക് പഠിച്ചാൽ മറന്നു പോകാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റാണ്. അങ്ങനെ പഠിച്ചാൽ മറന്നു പോകാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. അപ്പോൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ രാത്രി പഠിക്കുക, രാവിലെ നിങ്ങൾ ഈസി ആയുള്ള ചാപ്റ്റേഴ്സ് കേട്ടോ. ഈസി ആയുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? രാവിലെ പഠിക്കേണ്ടത്. ഈ രാവിലെ നിങ്ങൾ ഈസി ആയുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും വലിയൊരു മെച്ചം എന്താ? ആ ചാപ്റ്റർ നിങ്ങൾക്ക് രാവിലെ പഠിച്ച് തീർക്കാനും പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വരും. അപ്പോൾ രാവിലെ നിങ്ങൾ ഈസി ആയുള്ള ചാപ്റ്റർ പഠിക്കുക. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ EduPod ആപ്പിൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഭാഗം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്കറിയാം, EduPod ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ ഐ സ്റ്റോറിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നൊക്കെ. അവിടെ നിങ്ങൾക്ക് എന്താണ് EduPod ആപ്പിൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ. അതിലൂടെ നമ്മൾ നോട്ടുകളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ EduPod ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് റിസോഴ്സസിലെ നോട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഫുൾ A+ ഉറപ്പാണ്. കാരണം ഞാൻ വീണ്ടും പറയണം, 9ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാമിന് തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, 9ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ 10ാം ക്ലാസ് നിങ്ങൾ പെടാപ്പാട് വരും. സോ അതൊക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾ നന്നായി പഠിച്ചു തുടങ്ങുക. അങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത്? ഡീവിയേഷൻസ്. നല്ലൊരു പ്രോബ്ലമാണ് എന്ത്? ഡീവിയേഷൻ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റാതെ, ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ പറ്റാതെ നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യുക? പല ഭാഗത്തേക്ക് ഡീവിയേറ്റ് ആയി പോവുക. അങ്ങനെ പല ഭാഗത്തേക്കും ഡീവിയേറ്റ് ആയി പോകുന്ന മൈൻഡിനെ നിങ്ങൾ പിടിച്ചു നിർത്തണം. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും? സ്കൂളിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മ വരും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട എന്തെങ്കിലും റീൽ ഓർമ്മ വരും, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ട എന്തെങ്കിലും ഷോർട്സ് ഓർമ്മ വരും. സോ അതിനോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പഠനം മാത്രമാവണം. ഫുൾ ടൈം പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഫുൾ ടൈം പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച്, ഫുൾ ടൈം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഫുൾ A+ ആണല്ലേ. നിങ്ങളുടെ ഗോൾ എന്താടാ? ഫുൾ A+ ആണ്. ആ ഫുൾ A+ എന്നുള്ള ഗോളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത്, ആ ഫുൾ A+ എന്നുള്ള ഗോളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, ആ ഫുൾ A+ലേക്ക് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ എന്ത് കിട്ടും? ഫുൾ A+ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, ഡെയിലി 4 മണിക്കൂർ പഠിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പല ഭാഗത്തേക്ക് ഡീവിയേറ്റ് ആയി പോകും. അങ്ങനെ ഡീവിയേറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. 50 മിനിറ്റ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. 50 മിനിറ്റ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൻ്റെ സമയത്ത് ഈ സാധനം ഉണ്ടല്ലോ, ഈ ഫോൺ എന്ന് പറഞ്ഞ ഈ സാധനം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ആ 5 മിനിറ്റിൻ്റെ ബ്രേക്കിൻ്റെ സമയത്ത് നിങ്ങൾ പാരൻസിനോട് സംസാരിക്കുക,
സംസാരിക്കുക, അങ്ങനെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, എന്നിട്ട് അടുത്ത 50 മിനിറ്റ് പഠിക്കുക. ഈ രീതിയിൽ പഠിക്കുകയാണ് മക്കളെ, നിങ്ങൾക്ക് ഉറപ്പാണ് 9ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടും. സോ നിങ്ങൾ എജ്യൂപോഡിൻ്റെ മക്കളാണ്, നമ്മുടെ ക്ലാസ് കാണുന്ന മക്കളാണ്, നിങ്ങൾ എജ്യൂപോഡിന് കൂട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടും ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും ആനുവൽ എക്സാം ഈസി ആവട്ടെ. സോ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.